കണ്ടോ? അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പേര് ലക്കോൾ. ഇങ്ങനെയാണ് റെക്കോർഡിങ് എടുക്കുന്നത്. മച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പോൾ ബ്രൈറ്റ് സാർ വണ്ടിയിലോട്ട് കയറുകയാണ്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലാണിത്, ലക്കോൾ ഇൻ. അപ്പോൾ നമ്മൾ നേരെ കാഠ്മണ്ഡു പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡ് നേരെ നമ്മൾ നേപ്പാൾ ബോർഡറായ സനൗലി എത്തി. അവിടുന്ന് ക്രോസ് ചെയ്ത് നേപ്പാൾ സൈഡിൽ താമസിച്ച ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ ലക്കോൾ ഇൻ. അപ്പോൾ ഈ വീഡിയോ ബേസിക്കലി ഈ യാത്രയെക്കുറിച്ചാണ്. അതായത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സനൗലി എന്ന് പറയുന്ന ബോർഡർ, അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഇന്ത്യയിലുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന സിറ്റികളാണ് ഗോരഖ്പൂർ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാരണാസി. ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, കാരണം ഇവിടം വരെ ട്രെയിൻ സർവീസ് ഇല്ല. അപ്പോൾ ലാസ്റ്റ് ട്രെയിൻ ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോരഖ്പൂർ ആയിരുന്നു. ഞങ്ങൾ ബൈക്കിന് വന്നതുകൊണ്ട് ഞങ്ങൾ വാരണാസിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്നാണ് നേരെ ഞങ്ങൾ നേപ്പാളിൻ്റെ ബോർഡറായ സനൗലി ബോർഡറിലേക്ക് എത്തിയത്. അപ്പം ഗോരഖ്പൂരിൽ നിന്ന് ബസ് പിടിക്കാൻ ആരെങ്കിലും ബസ് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ട് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എത്താവുന്നതാണ് സനൗലി ബോർഡർ. ഏകദേശം 600 രൂപയാണ് INR ബസ് ഫെയർ. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസ് ആണെന്നുണ്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പകരം ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫും ഫോട്ടോ ID ഉള്ള ഏതെങ്കിലും ഡോക്യുമെൻ്റ് മതി. സേ ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ എൻ്റെ ലൈസൻസാണ് കൊണ്ടുപോയത്. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്കയാക്കാം. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്കറിയാം, RC ബുക്ക് ഉണ്ടാവണം, ഇൻഷുറൻസ് ഉണ്ടാവണം, പൊല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം മറ്റൊരാളുടെ വണ്ടി ആണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു NOC, ഓണറിൻ്റെ കയ്യിൽ നമ്മളൊരു NOC വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് നേപ്പാളിൽ എൻട്രി എടുക്കാം. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കയറാൻ മറ്റ് നല്ല ബോർഡേഴ്സ് ഉണ്ട്, എൻട്രി പോയിൻറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഏറ്റവും മോശമായിട്ടാണ് ഈ സനൗലി ഞാൻ കണക്കാക്കപ്പെടുന്നത്. കാരണം ഞാൻ സനൗലി വഴി കയറി, ഞാൻ ഭീംതത്ത വഴി എക്സിറ്റ് ചെയ്ത് നമ്മൾ ഉത്തരാഖണ്ഡിൽ കയറിയായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. സനൗലി എനിക്ക് അത്ര നല്ലൊരു അഭിപ്രായമുള്ളൊരു ബോർഡറല്ല. കാരണം ഇന്ത്യൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഴുക്ക് പിടിച്ച് ചെളി പിടിച്ച് ട്രക്സൊക്കെ ലോഡഡായിട്ട് ആൾക്കാർ തീരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നു. എല്ലാവർക്കും കാശുണ്ടാക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോട് മാത്രം നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് ഫോഴ്സ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്കവിടെ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ഈവൻ താമസം പോലും നിങ്ങൾ ഇന്ത്യൻ സൈഡിൽ എടുക്കരുത്. നിങ്ങൾ നേരെ സനൗലി ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേപ്പാൾ സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി വെൽക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയുടെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു പെർമിറ്റാണ് കിട്ടുക. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഒരു പെർമിറ്റാണ് കിട്ടുക. അപ്പോൾ അത് 15 days or 30 days ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ട്രാവൽ ഷെഡ്യൂളാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുക്തിനാഥ് ടെമ്പിളും ഒക്കെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ 15 days ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. നമ്മൾ പോകുന്ന സ്ഥലം കാഠ്മണ്ഡു, പൊഖ്ര, മുക്തിനാഥ് ടെമ്പിൾ, തിരിച്ച് പൊഖ്ര വന്നിട്ട് ലുംബിനി, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉത്തരാഖണ്ഡിലേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീംതത്ത ബോർഡർ യൂസ് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു അമ്പലമാണ് ഇത്. ആക്ച്വലി നമ്മുടെ സൈറ്റ് സീയിങ് ലിസ്റ്റിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കണ്ടപ്പം ഭയങ്കര ഒരു ഹ്യൂജ് ടെമ്പിളായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ പേരാണ് CG ടെമ്പിൾ. CG ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൗധരി ഗ്രൂപ്പ് ആണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടെമ്പിളിനെ ഉണ്ടാക്കിയിരിക്കുന്നത് 12 ഏക്കറാണ് ഇതിൻ്റെ ടോട്ടൽ ലാൻഡ് ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ CG ടെമ്പിൾ എന്ന് ചുരുക്കി പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നവൽ പരസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു ശിവ ടെമ്പിളാണ്. ശിവനെയാണ് ഇവിടെ മെയിൻ ആരാധനാമൂർത്തി. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിലുള്ള വെള്ളം പശുപതിനാഥ് ടെമ്പിൾ, മുക്തിനാഥ് ടെമ്പിൾ, ഹരിദ്വാർ ടെമ്പിൾ എന്നീ പറയുന്ന മറ്റ് ഫേമസ് ശിവ ടെമ്പിൾസിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ഇവിടുത്തെ കുളത്തിൽ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും നേരെ ഓപ്പോസിറ്റ് ഖജുറാഹോ സ്റ്റൈലിലാണ് അതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ അമ്പലം, ഈ പറഞ്ഞിരിക്കുന്ന അമ്പലം 16 വർഷം എടുത്തിട്ടാണ് ഇത് പൂർത്തിയാക്കപ്പെട്ടത്. നമ്മൾ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡു ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പൊഖ്രയ്ക്ക് പോകാനാണെങ്കിലും ഏകദേശം രണ്ടും ഒരേ ഡിസ്റ്റൻസും ഒരേ റണ്ണിങ് ടൈമുമാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 8-8.5 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂറായിരിക്കും റണ്ണിങ് ടൈം. അവിടെ ഉണ്ടായ മറ്റൊരു രസകരമായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പോകുന്ന വഴി ശരിക്കും തിക്ക് ഡെൻസ് ഫോറസ്റ്റിനിടയിലൂടെ വെട്ടി ഉണ്ടാക്കിയേക്കുന്ന റോഡാണ് നമുക്ക് കിട്ടുന്നത് പലതും.
അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ സ്പീഡിങ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ സ്പീഡ് ഡിറ്റക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പോലീസുകാർ ഇപ്പോൾ ചെറിയ ചെറിയ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ കിലോമീറ്റർ കഴിയുമ്പോൾ. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിങ്ങൾ ലിമിറ്റഡ് പേസിലേ പോകാവൂ. 40 അല്ലെങ്കിൽ 50 ആണെന്ന് തോന്നുന്നു എൻ്റെ ഇപ്പോൾ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ സ്പീഡ്. നമ്മൾ സ്പീഡ് എടുത്തു പോകും അറിയാതാണെന്നില്ല, കാരണം അത്ര നല്ല റോഡ്സാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നല്ല റോഡ്സാണ്. ഇടയ്ക്ക് വാലീസ് മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു റോഡ് വരും, പിന്നെ വീണ്ടും ഫോറസ്റ്റ് വരും, പിന്നെ മല കയറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റോഡ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ചെക്ക് പോസ്റ്റിൽ നിന്ന് വേറൊരു ചെക്ക് പോസ്റ്റിലേക്ക് ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ട്. അടുത്ത് ഇത്രയും കിലോമീറ്റർ നിങ്ങൾ ഇത്ര ടൈമും കൊണ്ട്, സപ്പോസ് അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്താവും. അതിന് മുമ്പ് നിങ്ങൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ 2-3 തവണ വാർണിംഗ് എനിക്കും ബ്രേക്കിനും കിട്ടിയായിരുന്നു. പക്ഷേ ഇത് മുന്നോട്ടുള്ള പല യാത്രകളിലും, സ്പെഷ്യലി ലുംബിനിയിൽ നിന്ന് തിരിച്ച് ഉത്തരാഖണ്ഡ് എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫേസിനകത്ത് നമ്മളൊരു സാങ്ച്വറി, വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കൂടെയാണ് പാസ് ചെയ്ത് പോയത്. അപ്പോൾ അവിടെയും ഈ സെയിം റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. സംഭവം ഒരു 1-2-3 ടൈംസ് ഒക്കെ അവർ വാർണിംഗ് തന്നങ്ങ് വിടത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഏതൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെയിം റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സ്റ്റാർട്ട് ഏർലി ആൻഡ് റീച്ച് ഏർലി. രാവിലെ തന്നെ നേരത്തെ ഇറങ്ങുക, എന്നിട്ട് നേരത്തെ തന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ പോയിന്റിൽ എത്തിച്ചേരുക. അപ്പം അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ മൊത്തം കാണുകയും ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് നമുക്ക് പോവുകയും ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ലാൻഡ് സ്ലൈഡ് കിട്ടിയാണ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ റോഡ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഏതൊരു നിമിഷത്തും ഇങ്ങനെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ് നമുക്ക് കിട്ടും. അപ്പം ഇത് ചെറിയൊരു സ്ലൈഡായിരുന്നു. ഞങ്ങൾക്കൊരു 30-35 മിനിറ്റ്സ് അതിനപ്പുറം പോയിട്ടില്ല. അപ്പോഴത്തേക്ക് ക്ലിയർ ചെയ്ത് ബൈക്കേഴ്സിനെ അവർ കയറ്റി വിട്ടു. ഞങ്ങൾ ഈ ബോർഡറിൽ എത്തിയപ്പോഴത്തേക്ക് വൈകിയായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേപ്പാൾ സൈഡിലാണല്ലോ താമസിച്ചത്. ഞാൻ മുന്നേ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ രാത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ സൈഡിൽ നിന്ന് കുറേ നമുക്ക് അൺവാണ്ടഡ് പ്രഷേഴ്സ് ഉണ്ടായിരുന്നു. പല ആൾക്കാരും വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുക, ഞങ്ങളെടുത്ത് തരാം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ പല മിക്സഡ് ടൈപ്പ് ഓഫ് ആൾക്കാർ. പക്ഷേ എല്ലാവരും ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ, എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നേപ്പാൾ പോയിന്റിൽ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നേരെ ഓപ്പോസിറ്റ് ഏതെങ്കിലും കടകളിൽ നിന്ന്, ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് കടകളോ അല്ലെന്നുണ്ടെങ്കിൽ സിം ഷോപ്പ്, മൊബൈൽ സിം ഷോപ്പ് വിൽക്കുന്ന കടകളിലോ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കടയിലും നമുക്ക് ഈ ഫോം അവൈലബിൾ ആണ്. അപ്പോൾ അവർ തന്നെ നേപ്പാളി ഭാഷയിൽ അവർ പൂരിപ്പിച്ച് തരും. അവർക്കൊരു ചെറിയ കാശ് കൊടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ പൂരിപ്പിക്കാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് കേട്ടിട്ട് ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത്, അവർ കാണിച്ചു തന്ന സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് 3 ആൾക്കുള്ള ഫോമും വണ്ടിയുടെ ഫോമും കാര്യങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ പൂരിപ്പിച്ചു. അതിൽ നമ്മളെ കൺവിൻസ് ചെയ്ത ഒരാൾ എല്ലാം ശരിയാക്കി തരാം, 15 ദിവസത്തെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. 15 ദിവസത്തെ നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് 15 ദിവസത്തെ പെർമിറ്റ് കിട്ടി. നമുക്ക് വിസയല്ല കിട്ടുന്നത്, നമുക്ക് പെർമിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ 15 ദിവസത്തേക്ക് അപ്രോക്സിമേറ്റ്ലി $25 അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസിൽ കൊടുത്താൽ മതി. ഇനി ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ 100ൻ്റെ ഡിനോമിനേഷനിൽ കൂടുതലുള്ള ഒരു നോട്ടും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടും കൂടി ഞങ്ങൾ അത്യാവശ്യം വേണ്ട കാശും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്തു. ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി, നമ്മുടെ പെർമിറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിടാൻ പറ്റും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അധികം സമയം ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് കറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്കത് അത്ര ഇഷ്ടമാവത്തില്ല. ഞങ്ങളോട് അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അക്കോമഡേഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം അക്കോമഡേഷൻസ് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു അക്കോമഡേഷനിലായിരുന്നു ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ഇതൊക്കെയായിരുന്നു ബേസിക്കലി ഒരു ജസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ. നമ്മൾ ഒരു ബോർഡർ ക്രോസ് ചെയ്യാണ്, നേപ്പാളിലേക്ക് പോവാണ്, സ്വന്തം വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റാണ്. നമ്മുടെ കയ്യിലുള്ള വാലിഡ് ഡോക്യുമെൻ്റ് എന്തെങ്കിലും വേണം, അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നേപ്പാൾ പോകാൻ പറ്റും. പെർമിറ്റ് കിട്ടിയതും നേരെ വെച്ച് പിടിച്ചത് കാഠ്മണ്ഡുവിലേക്ക്. ലാലേട്ടൻ പണ്ട് യോധയിലെ പല സീൻസ് തകർത്തഭിനയിച്ച നമ്മുടെ കാഠ്മണ്ഡു വിശേഷം അടുത്ത വീഡിയോയിൽ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ.